നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളി. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 11/5/2026 തിങ്കളാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടിയിരിക്കുകയാണ്. അതുപോലെ സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. ഒരു ഗ്രാമിന് മുകളിൽ 20 രൂപ, ഒരു പവൻ്റെ മുകളിൽ 160 രൂപയാണ് സ്വർണ്ണവിലയിൽ മാറ്റം. 22 ക്യാരറ്റ് 13,945, ഒരു പവൻ 1,11,560. അതുപോലെ 24 ക്യാരറ്റ് 15,213, ഒരു പവൻ 1,21,704. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 11,410, ഒരു പവൻ 91,280. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണമാകിയപ്പോൾ സ്വർണ്ണത്തിൻ്റെ ഭക്ഷ്യത ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതുപോലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം മാർക്കറ്റ് വില നോക്കുമ്പോൾ RSS സ്പോക്കിൽ 260, RSS സ്പോക്കിൽ 256, ISN 20 211, ലാറ്റക്സ് 60% DRC 161.70 രൂപ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS സ്പോക്കിൽ 260, RSS സ്പോക്കിൽ 256. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 157, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 117.25 രൂപ. അഗർത്തല വില നോക്കുമ്പോൾ RSS സ്പോക്കിൽ 247, RSS സ്പോക്കിൽ 244. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. വൈകിട്ടത്തെ റബ്ബർ വില നോക്കുമ്പോൾ രാവിലത്തെ വിലയേക്കാൾ 3 രൂപയാണ് കൂടിയിരിക്കുന്നത്. എന്തായാലും വളരെ പ്രതീക്ഷയോടെ മിക്ക റബ്ബർ കർഷക തൊഴിലാളികളും. എന്തായാലും 102 MLA ഉള്ള UDFന് മുഖ്യമന്ത്രി ഉടനെ പ്രഖ്യാപിക്കുമെന്നാണ് ഹൈക്കമാൻഡും മറ്റും പറയുന്നത്. ഇതിനായി പഴയ KPCC അധ്യക്ഷന്മാരെയാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചേക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെ. മുല്ലപ്പള്ളി ഡൽഹിക്ക് പോകുന്നില്ലെന്ന രണ്ട് നിലപാട് വ്യക്തമായി ഹൈക്കമാൻഡിനെ അറിയിപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. MLA മാർക്ക് കൂടുതൽ ഇഷ്ടം KCയോടാണ്. തിരുവഞ്ചൂരും സുധാകരനും KCക്കൊപ്പം, ഹസൻ ലീഗ് നിലപാടിനോടൊപ്പം. മുരളീധരൻ പറയുക ഗ്രൗണ്ട് റിയാലിറ്റി. ഈ 5 പേർ നിർണായക. രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം KCക്കാണോ? VD ക്യാമ്പ് പ്രതീക്ഷയിൽ. കേരളത്തിൽ മുഖ്യമന്ത്രി പൂട്ട് എന്ന് തുറക്കുമെന്ന് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഏവരും. മിക്ക ജനങ്ങളും യുവനേതാവായ VD സതീശനോടാണ് താല്പര്യം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി എത്തിക്കാനാണ് രാഹുൽ ഗാന്ധിക്ക് താല്പര്യമെന്നാണ് ദില്ലിയിൽ നിന്നുള്ള സൂചനകൾ. ദേശീയതലത്തിൽ പാർട്ടിയെ നയിക്കുന്നതിൽ KCക്കുള്ള പരിചയസമ്പത്തും ഹൈക്കമാൻഡുമായുള്ള അടുപ്പവുമാണതിന് പ്രധാനപ്പെട്ട ആധാരം. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിൽ പാർട്ടി ശക്തിപ്പെടുത്താൻ KCയുടെ വരവ് ഗുണകരമാകുമെന്നും രാഹുൽ വളരെയേറെ കണക്കുകൂട്ടുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നതിലെ അപകടം ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്താൻ UDF കൺവീനർ മുൻ MLA KPCC മുൻ അധ്യക്ഷനുമായ MS ശ്രമം. മുസ്ലിം ലീഗ് ഉയർത്തുന്ന കടുത്ത അതൃപ്തി അത് രാഹുലിനെ നേരിട്ട് അറിയിക്കുകയും ചെയ്യും. എന്നാൽ ജനങ്ങളുടെ വികാരവും പ്രവർത്തകർക്കിടയിലും താഴെത്തട്ടയിലും യഥാർത്ഥ വികാരം മുൻ KPCC അധ്യക്ഷൻ K മുരളീധരൻ തുറന്നു പറഞ്ഞേക്കും. ഇത് KC ക്യാമ്പിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാവുകയും ചെയ്യും. ഹൈക്കമാൻഡ് ഏകപക്ഷീയമായി തീരുമാനമെടുക്കാതെ കേരളത്തിലെ നേതാക്കന്മാരുടെ അഭിപ്രായത്തിന് മുൻഗണന നൽകിയാൽ സതീശന് സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പിന്തുണയ്ക്കുന്നവർ കരുതുന്നത്. ഭരണം വൈകുന്നത് ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാകുന്നുവെന്ന് മുസ്ലിം ലീഗിൻ്റെ കടുത്ത നിലപാടാണ് ഹൈക്കമാൻഡിനെ വേഗത്തിൽ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. AK ആൻ്റണിയുമായി നടത്തുന്ന ചർച്ചയ്ക്കാകും അന്തിമ പ്രഖ്യാപനം. ആൻ്റണി നിർദ്ദേശിക്കുന്ന പേരിന് എല്ലാവരും വഴങ്ങേണ്ടി വരികയും ചെയ്യും. എന്തായാലും ജനങ്ങളുടെ പ്രതീക്ഷ എത്രയും പെട്ടെന്ന് പേരുകൾ പറയുക, മുഖ്യമന്ത്രി സ്ഥാനം ഏൽക്കട്ടെ എന്ന്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാവുന്നു.